എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫുൾ മൂണാണ്, സൂപ്പർ മൂണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വൈബ്രൻ്റ് എനർജി അല്ലെങ്കിൽ ഒരു അമേസിങ് രീതിയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളുടെ എനർജി ലെവൽ അല്ലെങ്കിൽ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആക്കി നിർത്തുക. എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും അതിനെല്ലാം പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും പ്രോത്സാഹനവും സജഷൻസും ആ ഒരു മോട്ടിവേഷൻ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഓവർ തിങ്കിങ് എന്താണ്? ആ വാക്കിൽ തന്നെയുണ്ട് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കാര്യം വളരെ ചെറുതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വേണ്ടാത്ത രീതിയിൽ നമ്മളുടെ ഇമോഷൻസിനെയും കൂടി അതിൽ ആഡ് ചെയ്തുകൊണ്ട് കറിക്ക് ഉപ്പ് ചേർക്കുന്ന മസാല ചേർക്കുന്നത് പോലെ അതിനെ ഒരു വലിയ അഗ്നിപർവ്വതം പോലെ ആക്കിയെടുക്കുക. ഒരു ചൊല്ലുണ്ട്, അതായത് എവറിത്തിങ് ഹാപ്പൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ എവറിത്തിങ് ലൈസ് ബിറ്റ്വീൻ ദി മൈൻഡ് ആൻഡ് ദി മാറ്റർ. അപ്പോൾ നമ്മൾ മാറ്ററിനെ മൈൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളെയൊന്നും ഇതുപോലെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓവർ തിങ്കിങ് ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതും അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് അവിടെ പ്രാക്ടീസ് ചെയ്യണമെന്നും പറയുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേ ഡ്രീമറായി മാറും. അതായത് ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ നടന്ന ഈ സംഭവത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാൻ പാടുകയാണ്, അല്ലെങ്കിൽ പടം വരയ്ക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ നമ്മളുടെ ചിന്ത മുഴുവനും ഈ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിനെ ഒരു 90% 95% എഫക്റ്റീവായിട്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ. പിന്നെ രണ്ടാമതുണ്ടാകുന്നൊരു കാര്യമാണ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ്? വ്യക്തിയാവാം, സാഹചര്യമാവാം, സന്ദർഭങ്ങളാകാം, വാർത്തകളാവാം. എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്നിൽ മാത്രം ഇങ്ങനെ വരുന്നത്? മറ്റുള്ളവർക്കൊന്നും ഇതുപോലെ വരുന്നില്ലല്ലോ. ഒന്ന് കഴിയുമ്പം അടുത്തത് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് എന്നെ മാത്രം ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളുടെ ഇമോഷണൽ പാരാമീറ്റേഴ്സ് എല്ലാം ഉയരുകയും നമ്മൾക്ക് മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യാൻ, അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുമ്പോൾ അതിനെ മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാത്ത രീതിയിൽ നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഹെൽത്ത് പാരാമീറ്റേഴ്സ് എല്ലാം ഉയരുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവുക. പിന്നെ മൂന്നാമത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാത്ത രീതിയിലെല്ലാം അപ്പോളജൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആരാണ് ഈ പ്രശ്നം കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം നമുക്ക് നമ്മളുടെ നിലപാട് വിട്ടുകൊണ്ട് നമ്മളുടെ ആ ഒരു രീതികൾ വിട്ടുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ മനഃപൂർവ്വം നമ്മളുടെ വാല്യൂ, നമ്മളുടെ വർത്ത് ഒക്കെ മറന്നുകൊണ്ട് നമ്മൾ കൂടുതൽ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ക്ഷമ ചോദിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയും അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് നമ്മളുടെ മൂല്യം എന്താണെന്ന് അറിയാത്ത രീതിയിൽ തെറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു അപ്പോളജൈസേഷൻ കൊണ്ടുവന്ന് നമ്മൾ നിൽക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കാണോ പ്രശ്നം? നമ്മളുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള ആ ഒരു രീതിയിലൊക്കെയാണോ തെറ്റെന്നുള്ള രീതിയിൽ നമ്മൾ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസിലെല്ലാം നമ്മൾ വളരെയധികം കീനായിട്ട് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നൊരു രീതി. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കഴിയുമ്പോൾ ഒന്നിങ്ങനെ എന്നിൽ മാത്രം വരുന്നെങ്കിലും ആ ഒരു പ്രശ്നങ്ങൾ നിൽക്കുന്ന എന്നിലാണോ?
എനിക്കാണോ പ്രോബ്ലം? ഞാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ, അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഞാനതിനെ നോക്കിക്കാണുന്ന രീതിക്ക് തെറ്റുണ്ടായതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എനിക്ക് മാത്രം വരുന്നതെന്നുള്ള രീതിയിലുള്ള ഓവർ തിങ്കിങ് നമ്മൾക്ക് ഉണ്ടാവുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇങ്ങനെ കെട്ടിവരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുന്ന ആ ഒരു രീതി. മറ്റുള്ളവർ വന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം ചോദിക്കുക, കുത്തി 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 ഓരോ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രോത്ത് ഏത് രീതിയിലാണ്, നമ്മളുടെ പാഷൻ ഏത് രീതിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വെളിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ അടുത്ത് ചോദ്യം ചെയ്യുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരികയും, അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോഴും കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് നമ്മളുടെ ആ ഒരു എനർജിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത, മറ്റുള്ളവരുടെ എനർജിയാൽ നമ്മൾ ഡ്രെയിൻ ആയി പോകുന്ന രീതിയിൽ, മൊത്തത്തിൽ നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന രീതിയിൽ, ശ്വാസം മുട്ടുന്ന രീതിയിൽ, ഒരു കൺഫ്യൂസിങ് സ്റ്റേജിൽ നമ്മൾ നിന്ന് പോകുന്ന ഒരവസ്ഥ. അങ്ങനെ നമ്മളുടെ ജീവിതം തന്നെ ഒരു സ്റ്റക്ക് അല്ലെങ്കിൽ സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്നൊരവസ്ഥ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആ ഒരു ക്രിയേറ്റീവ് ഐഡിയാസ് വെച്ച് നമുക്ക് ഈ രീതിയിൽ വഴിതിരിഞ്ഞ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട അങ്ങോട്ട് അതിനകത്തൊന്നും പോകണ്ട, അതൊന്നും ശരിയാവില്ല എന്നുള്ള രീതിയിൽ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാം നമ്മളെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഒന്നും എനിക്ക് പറ്റുന്നില്ല, ഇവർ പറയുന്ന രീതിയിലൊന്നും എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു വടംവലി ഉണ്ടാവുകയും, ഒരു ടഗ് ഓഫ് വാർ ഉണ്ടാവുകയും, അങ്ങനെ നമ്മളെ ഒരുമാതിരി കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ആവുന്ന ഒരു രീതി. പിന്നെ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കൊരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒരവസ്ഥ. എല്ലാം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്, ഞാൻ മറ്റുള്ള കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് മാത്രം വരുന്നത്. ഓരോ പ്രശ്നങ്ങളെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിലും വലിയൊരു പ്രശ്നം വന്നതെന്ന് ഹായ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ നമ്മളോട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ആയി പോയതുകൊണ്ടാണ്, എനിക്ക് മാത്രം ഈശ്വരൻ അങ്ങനെ ഒരു ജീവിതം തന്നതുകൊണ്ടാണ്, പഴയ ജന്മത്തിൽ ഒരുപാട് മോശപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ചെയ്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ജന്മത്തിൽ ഇന്ന വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നൊക്കെ വേദനകൾ ഉണ്ടാവാനായിട്ട് സാധിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെയാണ് ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മളിൽ ഉണ്ടാവുന്ന കാര്യം. ഇനി നമുക്കിതിനെ എങ്ങനെയാണ് തരണം ചെയ്യാനായിട്ട് കഴിയുക? അതിലൊന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, പ്രശ്നം ഒരു ചെറുതാണ്. ആ ചെറുതിനെ നമ്മൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് ശരിയായ രീതിയിലല്ലാത്ത സ്പിരിച്വാലിറ്റി ഉള്ള ചിന്താഗതി കൊണ്ട് നമ്മൾ അതിനെ ഒരു അഗ്നിപർവ്വതം പോലെ ആക്കിയെടുക്കും. അഗ്നിപർവ്വതം എന്ന് പറയുമ്പോൾ ഒരു ദിവസം പൊട്ടി പുറപ്പെട്ട മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സിങ് നടന്നതാണെന്നാണ് അത് പുറത്തേക്ക് വരുന്നത്. എന്ന് പറയുന്നത് പോലെ നമ്മളും പുറമേ കൊണ്ട് പറയും ഐ എം ഓക്കെ, കുഴപ്പമില്ല, എന്ത് വലിയ പ്രശ്നങ്ങളും വന്നോട്ടെ, ഞാനതിനെല്ലാം തരണം ചെയ്ത് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെല്ലാം റെസിസ്റ്റ് ചെയ്ത് ഒരു സ്പ്രിങ്ങിൻ്റെ മുകളിൽ നമ്മൾ കാല് വെച്ച് നിൽക്കുന്നത് പോലെ അതിനെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്ത് സപ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഐ ആം ഓക്കെ, ഐ ആം വെരി കറേജിയസ്, ഐ ആം വെരി പോസിറ്റീവ്, ഐ ആം വെരി പവർഫുൾ എന്നുള്ള രീതിയിൽ നമ്മൾ ടെംപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെ കാലം തിളക്കുമ്പോൾ ആ സ്പ്രിങ് ടക്കെന്ന് പറഞ്ഞ് ചാടുന്നത് പോലെ എവറിത്തിങ് വിൽ പെർസിസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അക്സെപ്റ്റ് ചെയ്യുക. ആ പ്രശ്നം എന്നിൽ വന്നതാണ്, പക്ഷേ അതെൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ വളരെ പവർഫുള്ളാണ്, വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ അഫോർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കാനോ അവരുടെ എനർജി ലെവലിന് ആ ഒരു വ്യത്യാസം തോന്നുന്നതുകൊണ്ട് പറ്റാത്തത് കൊണ്ട്, എന്നോളമായിത്തീരാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളെ വലിച്ച് താഴേക്കിടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഓപ്പർച്യൂണിറ്റീസും എൻ്റെ മുന്നിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രശ്നങ്ങളെ വലുതാക്കി കാണാതെ, നിങ്ങളെ വളരെ ചെറുതാക്കി കാണാതെ വളരെ സ്റ്റേബിളായിട്ടും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടും നിൽക്കാൻ ശ്രമിക്കുക. എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വന്നാലും നമ്മൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ മൂല്യം എന്താണ്, എൻ്റെ വർത്ത് എന്താണ്, ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം മഹത്വമാണ്, ഒന്നുമില്ലെങ്കിലും യൂണിവേഴ്സ് എന്ന് പറയുന്ന സുപ്രീം പേരൻറ്റിൻ്റെ കുഞ്ഞാണ്.
അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ അമ്മമാർ പറയത്തില്ലേ, നിന്നെ തവിട് കൊടുത്തും പഞ്ചാര കൊടുത്തും ഒക്കെയാണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നത് പോലെ നമ്മളെപ്പോഴും നമ്മളോട് പറയണം, പ്രപഞ്ചശക്തി, കോടാനുകോടി ശക്തികൾ ചേരുന്ന പ്രപഞ്ചശക്തിയുടെ ഈശ്വരൻ്റെ കുഞ്ഞാണ്. അപ്പോൾ ആ ഒരു ശക്തി സുപ്രീം പേരൻ്റായിട്ട് നിൽക്കുമ്പോൾ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സർവ്വശക്തിയും ആ ഒരു ശക്തി നമ്മൾക്ക് തരും. അപ്പോൾ ഒന്നും ശാശ്വതമായി അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നില്ല. എല്ലായിടത്തും നമുക്കുള്ളത് മാറ്റങ്ങളാണ്. ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത്, ഈ ഒരു നിമിഷം കാണുന്നതല്ല അടുത്ത നിമിഷം കാണുന്നത്. അപ്പോൾ നമ്മൾ ഈശ്വരനോട് എത്ര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും താങ്ക് യു സോ മച്ച് ടു ദ ഹോൾ യൂണിവേഴ്സ്, ഇത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ തന്ന് എൻ്റെ പവർ, എൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ, എൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും അതുപോലെ അതിനെ പിടിച്ചു നിൽക്കാനും ആ ഒരു ചലഞ്ചിനെ, ആ ഒരു ഒബ്സ്റ്റക്കിളിനെ, ആ ഒരു റിസ്കിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് യൂണിവേഴ്സ് തരുന്നത് കൊണ്ട് അതെല്ലാം തരണം ചെയ്ത് പോയി അങ്ങനെ ജീവിതത്തിൽ അത് ക്രോസ് ചെയ്ത് പോകാനുള്ള എൻ്റെ ഒരു വിജയം, ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും വിജയം കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചതിന് പ്രപഞ്ചശക്തിയോട് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആവുക. എപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുക, ആ ശക്തി കൂടെ ഉണ്ടായതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. എല്ലാം ആ ഒരു ശക്തിയിൽ വളരെ കൺട്രോൾഡാണ്. എത്ര വലിയ ഡബിൾ അറ്റാക്ക് വന്നാലും നമ്മളുടെ ശബ്ദമുയർത്തി താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോൾ യൂണിവേഴ്സ്, പ്രപഞ്ചശക്തിയോട് കോടാനുകോടി പ്രണാമം എന്നുള്ള രീതിയിൽ നമുക്ക് പറയുമ്പോൾ ആ ഡബിൾ അറ്റാക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇമോഷൻസിലേക്ക് വീണു പോകാതെ നമ്മൾക്ക് ഉയർന്ന് നിൽക്കാനായിട്ട്, ആ വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്ന് മുന്നിൽ വരുമ്പോൾ ബി കൂൾ, ബി കാം, വെരി പീസ്ഫുൾ, ആ ഒരു രീതിയിൽ വരട്ടെ. ഒരു ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ പന്ത് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ അടിച്ച് തെറിപ്പിക്കുന്നത് പോലെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഡിസിഷൻ എടുത്തുകൊണ്ട് അതിൽ ചഞ്ചലപ്പെട്ട് വീണു പോകാതെ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ടുള്ള ധൈര്യം ക്രിയേറ്റ് ചെയ്യുക. ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് കാമാക്കി നിർത്തിക്കൊണ്ട് നമ്മളുടെ ഈ ശരീരവും മനസ്സും ആത്മാവും ചേരുന്ന ഈ ഘടകത്തിനെ വളരെ ബാലൻസ് ചെയ്ത് നിർത്തുക. വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് പോലെ നമ്മളിൽ നിന്ന് ആടാതെ പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുള്ളായി നിൽക്കുമ്പോൾ നമുക്ക് അവിടുന്ന് ചഞ്ചലപ്പെടാതെ ഇളകാതെ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഫേസ് ചെയ്യാനും എന്താണ് പ്രശ്നമെന്നറിയാനൊന്ന് ബ്രീതിങ് എക്സസൈസ് ഒരു 5-10 നിമിഷം എടുക്കുമ്പോൾ നമ്മളൊന്ന് കൂളാകാനും അങ്ങനെ നമ്മൾക്ക് നല്ല ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഈ വേണ്ടാത്ത കാര്യത്തിൽ ഇത്രത്തോളം ചിന്തിച്ച് കൂട്ടി നമ്മുടെ പാരാമീറ്റേഴ്സ് എല്ലാം ഉയർത്തേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.